ഹായ് ഓൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിന്നൊരു കൂവ പായസം തയ്യാറാക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കൂവപ്പൊടിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ആരോറൂട്ട് പൗഡർ. അത് ഞാനൊരു വലിയ പാത്രത്തിലെടുത്ത് അതിലേക്ക് ആദ്യം 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ ഒരുപാട് വെള്ളം ചേർത്താൽ ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കൂവപ്പൊടിക്ക് ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. സാധാരണയായിട്ട് ധനുമാസത്തിലെ തിരുവാതിരയ്ക്കാണ് ഈ കൂവപ്പായസം തയ്യാറാക്കുന്നത്. കൂവപ്പായസം അല്ലെങ്കിൽ കൂവ വിരകിയതെന്നും പറയും. ഇത് വളരെയധികം ആരോഗ്യപ്രദമായ ഒരു വിഭവമാണ്. വയറ്റിൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതൊക്കെ മാറാനും കുഞ്ഞുങ്ങളുടെ വിരശല്യമൊക്കെ മാറാനും ഇത് ഉത്തമമാണ്. അപ്പോൾ അതുകൊണ്ട് തിരുവാതിരയ്ക്ക് മാത്രമല്ല, അല്ലാതെ നമുക്കിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ബാക്കി ഇരുന്ന 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കൂവപ്പൊടി വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ചക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് ശർക്കര ചേർത്തും തയ്യാറാക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ചക്കരയാണ് എടുത്തിരിക്കുന്നത്. കരിപ്പെട്ടി അല്ലെങ്കിൽ പാം ജാഗരി എന്ന് പറയുന്ന അതാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര ചേർത്തും ഇത് തയ്യാറാക്കാം. 1/2 കപ്പ് ചക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അതേ അളവിൽ തന്നെ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇനി നമ്മളിത് അരിച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ്. കൂവപ്പായസം തയ്യാറാക്കാൻ പോകുന്നത് ഉരുളിയിലാണ്. അതിനായിട്ട് നമ്മൾ കലക്കി വെച്ചിരുന്ന കൂവപ്പൊടി ഉരുളിയിലേക്ക് അരിച്ചൊഴിക്കുകയാണ് ഒരു അരിപ്പയിലൂടെ. അതിലെന്തെങ്കിലും കട്ടകളോ ചെറിയ തരികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടി. ഉരുളി ഇല്ലെങ്കിൽ അടി കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാം. കൂവപ്പൊടി പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ എപ്പോഴും അടി കുറച്ച് കട്ടിയുള്ള പാത്രം ഇതിനായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരുന്ന ചക്കരയും കൂടെ അരിച്ച് ഒഴിക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല, വെറുതെ ഉരുളി അടുപ്പിൽ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് കൂവപ്പൊടി കലക്കിയതും ചക്കരയും കൂടെ ചേർത്തു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചില ഭാഗത്ത് മാത്രം കട്ട പിടിച്ചു പോകും. അങ്ങനെ വരാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതേപോലെ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാലും മതി. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാകും. എന്നാൽ ആവശ്യത്തിന് കൂവപ്പൊടി വേകുകയില്ല. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർക്കാം. ഇപ്പോൾ കൂവപ്പൊടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തേങ്ങ ചേർത്ത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കിക്കുന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ തേങ്ങയും ചെറുതായിട്ടൊന്ന് വെന്തോട്ടെ. അപ്പോൾ 2-3 മിനിറ്റ് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഞാൻ കുറുക്കിയെടുത്തിരിക്കുന്നത്. ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അളവൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് നെയ്യാണ്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടായി കിടക്കുന്നത് കൊണ്ട് നെയ്യ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആകും. അതിലേക്ക് നന്നായിട്ട് മിക്സ് ആയിക്കോളും. നെയ്യ് അധികമായി പോകണ്ട. ഇത്ര അളവിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കറക്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ചുക്ക്, ജീരകം ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതേപോലെ നെയ്യുടെ ഫ്ലേവറും ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതല്ല എങ്കിൽ കൂവപ്പൊടിയും ചക്കരയും തേങ്ങയും മാത്രം ചേർത്ത് നമുക്ക് ഈ കുറുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിൻ്റെ അളവൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. 1/2 കപ്പ് കൂവപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം, 1/2 കപ്പ് ചക്കര അല്ലെങ്കിൽ ശർക്കര, 1/2 കപ്പ് ചിരകിയ തേങ്ങ. ഇനി ഇതിരുന്ന് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകും. ഒരു മയം പുരട്ടിയ പ്ലേറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ ഹൽവ പോലെ ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആ തേങ്ങാപ്പീര് നമ്മൾ ചേർത്തത് കൊണ്ട് കഴിക്കുന്ന കൂടെ അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഈ കൂവ പായസത്തിന്.
നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. കൂവ പെട്ടെന്ന് വെന്ത് വരും. നമ്മൾ ലോ ഫ്ലെയിമിലാണെങ്കിലും മാക്സിമം ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കുറുകി വരും. അപ്പോൾ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതേപോലെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.